ഏറ്റവും നീളം കൂടിയ പാലം ചൈനയിലാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയും കൂടി കണക്ട് ചെയ്യുന്ന പാലാണിത്. നമ്മളിന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രമായ കാട്ടിൽമേക്കേതിൽ അഥവാ മണികെട്ട് അമ്പലത്തിലേക്കാണ്. നമ്മളിന്ന് പോകുന്ന വഴിയും സ്പെഷ്യലാണ്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന കോസ്റ്റൽ ഹൈവേ വഴിയാണ് നമ്മളിന്ന് പോകുന്നത്. ഈ വഴിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് ബോസ്ട്രിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമായ അഴീക്കൽ പാലം ഈ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം ചൈനയിലാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയും കൂടി കണക്ട് ചെയ്യുന്ന പാലാണിത്. നമുക്ക് അമ്പലത്തിലേക്ക് രണ്ട് വഴിയാണ് എത്താൻ പറ്റുക. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമുക്ക് പൊന്മന ജെട്ടി വരെ എത്തിയിട്ട് അവിടുന്ന് ഫ്രീ ജങ്കാറിനോ വള്ളത്തിലോ അമ്പലത്തിലേക്ക് വരാം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് വെള്ളാനത്തുരുത്ത് റോഡ് വഴി അമ്പലത്തിന് തൊട്ടടുത്തേക്ക് എത്താം. പക്ഷേ ഈ റോഡിന് ഒരു കുഴപ്പമുണ്ട്. ഏകദേശം 3 കിലോമീറ്ററോളം ഫുള്ള് മണ്ണായിരിക്കും. ഇപ്പോൾ വണ്ടി അലമ്പാക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഈ റോഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ ഈ വഴി തന്നെയാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദേവിയാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന അമ്പലമായിട്ട് പോലും 2004 സുനാമിയിൽ അമ്പലത്തിന് യാതൊരുവിധ കേടുപാടും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു അത്ഭുതമായിട്ടാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ആൽമരമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് 7 തവണ ആ മരത്തിന് ചുറ്റും വലത്തു വെച്ച് ഒരു മണി ആ മരത്തിൽ കെട്ടിയാൽ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹം നടക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഞങ്ങളും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് മണിയും കെട്ടിയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.